ലീഡറുടെ രാഷ്ട്രീയത്തെ ചാരമാക്കാൻ എതിർ ഗ്രൂപ്പുകാർ കെട്ടിപ്പൊക്കിയ ചാരക്കേസ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണെങ്കിലും ചാരമാവുകയാണല്ലോ. കേസിൽ ഉൾപ്പെട്ട ശാസ്ത്രജ്ഞൻ നമ്പി നാരായണന് 50 ലക്ഷം രൂപ നൽകാൻ സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി ഉത്തരവിട്ടു. പൊടിപ്പും തൊങ്ങലും ഭാവനയും ചേർത്ത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാക്കൾ വരെ പങ്കുകൊണ്ട ഒരു തിരക്കഥയാണ് വർഷങ്ങൾക്കിപ്പുറം കള്ളക്കഥയാണെന്ന് ബോധ്യമാവുന്നത്. കേസിന്റെ പേരിൽ രാഷ്ട്രീയക്കാരെ പോലെ തന്നെ ഉദ്യോഗസ്ഥരും അനുഭവിച്ച പീഡനത്തിന് കയ്യും കണക്കുമില്ല. 50 ലക്ഷം കൊണ്ട് ഒന്നും ആയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അവർക്ക് കോടികളുടെ നഷ്ടങ്ങളാണ് അവർക്കുണ്ടായിട്ടുള്ളത്. എന്നാലും ഇത് ചെറിയൊരു ആശ്വാസമാണ്. ഇതിന് പുറകിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിന് കോടതിയെടുത്ത തീരുമാനം വളരെ സ്വാഗതാർഹമാണ്. ചാരക്കേസിൽ നമ്പി നാരായണന്റെ ഹർജിയിൽ വന്ന വിധിയെക്കുറിച്ച് ഉമ്മൻചാണ്ടി സാറിനോട് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വിരിഞ്ഞ ഭാവങ്ങളും നിശബ്ദതയുമാണ് ഈ കേസിന്റെ ചാരക്കേസിന്റെ ഉപജ്ഞാതാക്കളിൽ പ്രധാനി ഉമ്മൻചാണ്ടി സാറാണ് എന്നാണല്ലോ അദ്ദേഹത്തിന്റെ എതിർ ഗ്രൂപ്പുകാർ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും ചാണ്ടി സാറിന് ഇങ്ങനെയൊക്കെയല്ലേ പ്രതികരിക്കാൻ പറ്റൂ? ഞാൻ എന്താന്ന് പോലും മനസ്സിലാക്കാതെ പറയുന്നത്. കേസ് ചാരമായല്ലോ. ഇനി പഴയ പ്രതികാര കഥകൾ പൊക്കിപ്പിടിച്ച് നടന്നാൽ ഇപ്പോൾ കോൺഗ്രസിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ തിരക്കഥാകൃത്തുക്കളെ തൽക്കാലം വേദനിപ്പിക്കാൻ കെ മുരളീധരൻജി തയ്യാറല്ല. പകരം മരിച്ചുപോയ നരസിംഹറാവുവിന്റെ പങ്കിനെക്കുറിച്ച് വെളിപ്പെടുത്താമെന്ന് വെച്ചു. അതാവുമ്പോൾ പ്രശ്നമില്ലല്ലോ. ഈ ചാരവൃത്തിയിൽ കെ കരുണാകരനെ രാജിവെപ്പിക്കാൻ അവസാനമായിട്ട് ശ്രമിച്ചത് PV നരസിംഹറാവു. അതിലേക്ക് അദ്ദേഹത്തിനെ നയിച്ച ഒരു കാരണം എന്ന് പറയുന്നത് ആ കാലത്ത് പത്രമാധ്യമങ്ങളിൽ ബാബറി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്ന് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കോൺഗ്രസിന് പൂർണ്ണമായി നഷ്ടപ്പെടുത്തിയത് നരസിംഹറാവു ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റണം എന്നൊരു വികാരം കോൺഗ്രസിലുണ്ടായി. അന്ന് മാധ്യമങ്ങളിൽ പകരം സ്ഥാനങ്ങളിലേക്ക് വന്ന പേരുകളുടെ കൂട്ടത്തിൽ കെ കരുണാകരന്റെ പേരും ഉണ്ടായി. അതില് മാധവറാവ് സിന്ധ്യയെയും ബൽറാം ജാക്കറെയും അന്ന് ഹവാല കേസിൽ പെടുത്തി രാജിവെപ്പിച്ചു. കെ കരുണാകരനെതിരായിട്ട് ഒന്നും പറയാനുണ്ടായിരുന്നു, ഒന്നും കിട്ടിയതും. പക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു കേസിന്റെ പേരിൽ രാജിവെപ്പിക്കാൻ മുൻകൈ എടുത്ത് നരസിംഹറാവു പോയി. പക്ഷേ പത്മജയ്ക്ക് ഉള്ളിൽ കിടന്ന് പ്രതികാരക്കനൽ എരിയുകയാണ്. എന്നാൽ വായെടുത്ത് എന്തെങ്കിലും മിണ്ടിപ്പോയാൽ പാർട്ടി കോൺഗ്രസ് അല്ലേ? വളരെയധികം സന്തോഷം തോന്നിയൊരു വിധിയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പിടിച്ചുകൊണ്ട് ഇതൊന്നും ആയില്ല. അതിലേക്ക് മാത്രം ഒതുങ്ങരുത്. കാരണം ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢനീക്കങ്ങളുണ്ട് എന്ന് തൊട്ടേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങട്ടെ, പക്ഷെ എവിടെ വരെ എത്തും എന്ന് നമുക്ക് കാണാം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കെ കരുണാകരനോടോ നമ്പി നാരായണനോടോ എന്താ വിരോധം? അവർക്ക് വ്യക്തിപരമായിട്ട് ഒരു വിരോധവും ഇല്ല. അവർ പലരുടെ കയ്യിലും ചട്ടുകയറ്റി പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ് എനിക്കിതിൽ പറയാനുള്ളത്. ചാരക്കേസിന്റെ തിരക്കഥാകൃത്തുക്കളെ പുറത്തു കൊണ്ടുവരണം എന്ന അദമ്യമായ ആഗ്രഹം പത്മജ മാഡത്തിനുണ്ട്. പക്ഷേ പുറത്തു പറഞ്ഞ് സ്വന്തം കഞ്ഞിയിൽ പാറ്റയിടാൻ തയ്യാറല്ല. ആരാണെന്ന് ഞാൻ പേര് പറയാൻ ഞാൻ പരസ്യമായിട്ട് ഉദ്ദേശിക്കില്ല. പക്ഷെ ജുഡീഷ്യറി ഒരു അന്വേഷണം വന്നാൽ, എന്നെ വിളിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ജുഡീഷ്യറിയുടെ മുമ്പിൽ പോയി ഇത് ആരാണ് എന്നുള്ള പേരുകൾ ഞാൻ വ്യക്തമായി പറയുകയും ചെയ്യും. കാരണം എൻ്റെ പിതാവിന് നീതി എന്നെങ്കിലും, കാരണം അദ്ദേഹം ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ധാരണയല്ല, അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ആരാ ചെയ്തിരുന്നതെന്ന്. എനിക്ക് തോന്നുന്നു ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് പോലും അറിയായിരിക്കും ഇത് ആരാ എൻ്റെ പിന്നിലെന്ന്. പക്ഷെ ആരും അത് വ്യക്തമായിട്ട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനും ആഗ്രഹിക്കുന്നില്ല. തിരക്കഥാകൃത്തുക്കൾ ആരാണെങ്കിലും അത് പാർട്ടിക്ക് പുറത്തുള്ളവരല്ലെന്ന് ഏത് പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാവുന്നതാണല്ലോ. പിന്നെ ആളെ പറയില്ല തുപ്പിക്കാണിക്കാം എന്ന സ്റ്റൈലിൽ ഇങ്ങനെ കുത്തി പറയേണ്ട ആവശ്യം തന്നെയില്ല. പറയുമ്പോൾ പറയുന്ന പേരുകൾ നമുക്ക് എന്താ പറയേണ്ടത്, എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പേരുകളായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ പരസ്യമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അന്നത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഇരയായിരുന്നു കെ കരുണാകരൻ. അത് പിടിച്ചങ്ങ് പോയി. അത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവരും കൂടി. ഇത് ഗ്രൂപ്പ് മാത്രമൊന്നുമല്ല, ഇതിലെല്ലാവരും ഉണ്ട്. അദ്ദേഹം വിശ്വസിച്ച് കൂടെ നിർത്തിയ ആളുകളും ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി. അല്ലാണ്ട് അങ്ങനെ ഒരു ഭാഗം മാത്രം അറ്റാക്ക് ചെയ്താൽ അദ്ദേഹത്തിന് പിന്നെ അതിന് ഏറ്റവും മുകളിൽ നിന്ന് ഉള്ളൊരു സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു. അതില്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്കും പറ്റില്ലല്ലോ. സ്വന്തം പാർട്ടിയിലെ ഒരു നാൽവർ സംഘമാണ് ഈ തിരക്കഥയ്ക്ക് പിന്നിലെന്ന്
പത്മജ സമ്മതിക്കുന്നുണ്ട്. ഭാഗ്യം. പറയേണ്ട പേരുകൾ ഏതാന്നുള്ളതൊക്കെ ഞാൻ പറയും. അതൊരു 4-5 അംഗ സമിതി ഉണ്ട്. അതിൽ ആ പേരുകൾ ഞാൻ പറയും. പക്ഷെ അത് ആരാണെന്നുള്ളത് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചാരക്കേസ് ചാരമായെങ്കിലും ആ ഗൂഢാലോചനക്കാർ ഇപ്പോഴും കോൺഗ്രസിൽ സജീവമാണല്ലോ. അതുകൊണ്ട് എപ്പോഴാണ് പാര വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഭാവിയും നോക്കണമല്ലോ. ഞാൻ ജുഡീഷ്യറിയുടെ മുമ്പിൽ പറയും എന്ന് പറയുന്നത് എൻ്റെ അച്ഛന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലാണ്ട് ജുഡീഷ്യറിയുടെ മുമ്പിൽ പറഞ്ഞാലും എനിക്ക് കിട്ടാവുന്ന ശിക്ഷ എവിടുന്ന് വരുന്നെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് മനസ്സമ്മാനത്തോടുകൂടി ഉറങ്ങാം. ഞാൻ ഇന്നും കുറ്റബോധം ഇല്ലാണ്ട് ഉറങ്ങണം. ഞാൻ എൻ്റെ പിതാവിനെ നല്ലോണം നോക്കി എന്നൊരു തോന്നലുകൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങണം, ഒരു മകൾ എന്നുള്ള നിലയ്ക്ക്. പക്ഷെ ഒരു രാഷ്ട്രീയത്തിലെത്തുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പരസ്യമായിട്ട് പറയാവുന്നതിന് പരിധികളുണ്ട്. ഞാൻ എന്നും ഒരു അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകയാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഞാൻ പരസ്യമായിട്ട് പറയാറില്ല. പത്രക്കാർക്ക് നല്ല ഒന്നാന്തരം പാഠമാണല്ലോ ഈ ചാരക്കേസ്. വാർത്തകൾ ചമയ്ക്കാൻ ചില പത്രപുങ്കവന്മാർ കാണിച്ച ഭാവനാശാലിത്വം ഇന്നും ജ്വലിച്ചു നിൽക്കുകയാണല്ലോ. ലീഗ് നേതാവ് PK ബഷീറിന്റെ സമയം തീരെ നല്ലതല്ല. പഴയ അധ്യാപക മരണ കേസിലെ തുടർന്നുണ്ടായ കൊലവിളി പ്രസംഗത്തിലെ കേസ് നിലനിൽക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. പാവം ഒരാവേശത്തിന് പറഞ്ഞു പോയതാണ്. സംഗതി പുലിവാലാകുന്ന ലക്ഷണമാണ്. കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന സംഭവം നടന്നത് കീശേരിയിലാണ്. ക്ലസ്റ്റർ ഉപരോധത്തോടനുബന്ധിച്ച് നടന്ന സമരത്തിൽ നമ്മുടെ നിർഭാഗ്യത്തിന് ഒരു മാസ്റ്റർ മരണപ്പെടുകയുണ്ടായി. സംഗതി ഇതാണ്. മതമില്ലാത്ത ജീവൻ എന്ന പാഠപുസ്തകത്തിനെതിരെ ലീഗുകാർ നടത്തിയ സമരത്തിനിടെ ഒരു അധ്യാപകൻ കൊല്ലപ്പെട്ടു. ഈ കേസിൽ സാക്ഷി പറയാൻ പോകുന്നവരെ തട്ടിക്കളയും എന്ന് PK ബഷീർ ഒരു പൊതുയോഗത്തിൽ തട്ടിവിട്ടു. മലപ്പുറമല്ലേ, ലീഗല്ലേ, അണികളെ ആവേശം കൊള്ളിക്കാൻ ചെയ്തതാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നോ ഇല്ലേ എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും നന്നായി അറിയാം. അദ്ദേഹം ഇവിടെ സാജി സൂചിപ്പിച്ചതുപോലെ മുമ്പ് അസുഖമുള്ള ആളുകളായിരുന്നു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. ഞാൻ അരീക്കോട് നിന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാത്ത സംഭവം, കാണാത്ത സംഭവം, അതിന് കമ്മ്യൂണിസ്റ്റുകാരും സാക്ഷി പറയാൻ പോകരുതെന്ന് ഞാൻ അന്നനെ പറഞ്ഞതാണ്. ശങ്കരപ്പണിക്കർ പോയാൽ കാല് വെട്ടുന്നു ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. സാക്ഷി പറയുന്നവരെ അങ്ങ് തട്ടിക്കോളാൻ അണികളോട് പറയുകയാണ്. സംഗതിയുടെ ഗൗരവം അന്ന് ബഷീറിന് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്തോ. ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ പറയാം. കീശേരിയിലെ 5 മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരാണ് ആ 302 കേസ് പ്രതി. ഇവിടെ ആലിഞ്ചോട്ടിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർക്ക് കുട്ടികളെ പേര് കൊടുക്കുന്നത്. വളരെ കരുതി നിന്നോണ്ട്. കാരണം എന്താ, ലിസ്റ്റ് കൊടുക്കുന്ന പൂതിയാണ് ഈ കേസിന് സാക്ഷി പറയാൻ. ഇനി 3 ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിക്കാണ്ട് ഒരു വിജയൻ എന്ന് പറഞ്ഞ ഒരാൾ കൂടി പേര് കൊടുത്തിട്ടുണ്ട്. ആ വിജയനും ഒരു അധ്യാപകനാണ്. അധ്യാപകനോട് ഞാൻ പറയാം, ഇത് പോയിക്കാട് പറയായിരിക്കും, തിരിച്ചു കൊണ്ട് പെരുകത്തൂല അതിന്റെ കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത്, ഈ കേസ് കോടതിയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ, ഇതിന് എവനെങ്കിലും സാക്ഷി പറയാൻ കോടതിയിൽ എത്തുകയാണെങ്കിൽ അവൻ ജീവനോടെ തിരിച്ചു പോരുകയില്ല അതിന്റെ കാര്യത്തിൽ യാതൊരു സംശയം. വർഷം ഇത്ര കഴിഞ്ഞപ്പോൾ ബഷീറിന് ആ പഴയ ഉശിരൊന്നുമില്ല. സുപ്രീം കോടതി കൈയൊഴിഞ്ഞതോടെ ഈ സിംഗത്തിന്റെ സടയെല്ലാം കൊഴിഞ്ഞ മട്ടാണ്. അതിപ്പോ പറയാൻ പറ്റും, തിരുത്തലെന്ന് പറയാൻ പറ്റും. ഒരു കോടതി മൈസൂർ കോടതി ശരിവെച്ചു, ഹൈക്കോടതി മൈസൂർ കോടതി അംഗീകാരം കൊടുത്തു, ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് മഞ്ജുള എമിനേഷന്റെ ബെഞ്ചാണ് ഈ കേസ്. ഇപ്പൊ സുപ്രീം കോടതിയിൽ ഇങ്ങനെ പറയുന്നു, 6 ഐറ്റം പറയുന്നു. നീ ബാക്കി പ്രസംഗത്തിന് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കായില്ല. ഞാൻ പറഞ്ഞ പ്രസംഗത്തിന് ഒരു പ്രോഗ്രാമില്ല. ഞാൻ കള്ളസാക്ഷി പറഞ്ഞാലും നീ പറഞ്ഞിട്ടുള്ളൂ, അല്ലാത്ത വാക്കൊന്നും ഞാനും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഒരാളെ ഉന്നം വെച്ചിട്ടില്ല, ഇന്ന മാതിരി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഒരു പ്രസംഗത്തിന് പോകാമേ, ഇവിടെ എന്തൊക്കെ പ്രസംഗം എല്ലാവരും ചെയ്യാറുണ്ട്. നിയമപരമായിട്ട് നേരിടും. എൻ്റെ പാർട്ടി നേതാക്കന്മാരോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബഷീർ ഇപ്പോൾ പറയുന്നത് പ്രസംഗം കേട്ട നമ്മുടെ കുഴപ്പമാണ് എന്നാണ്. ടിയാൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ലത്രേ. അതിൽ ചില പ്രസംഗത്തിലൊക്കെ ചില ഇതുണ്ടാവും. അല്ലാതെ ഞാനത് ആവർത്തിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിനൊന്നും ഞാൻ പോയില്ല. ഞാൻ ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇന്ന ആളെ പോയിക്കാണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ടുമില്ല. 3 ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിക്കാണ്ട് ഒരു വിജയൻ എന്ന് പറഞ്ഞ ഒരാൾ കൂടി പേര് കൊടുത്തിട്ടുണ്ട്. ആ വിജയനും ഒരു അധ്യാപകനാണ്. അധ്യാപകനോട് ഞാൻ പറയാം, ഇത് പോയിക്കാട് പറയായിരിക്കും, തിരിച്ചു കൊണ്ട് പെരുകത്തൂല അതിന്റെ കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. വന്ന് PC ജോർജിന്റെ ഗതിയായി പോകുമോ എന്ന് വരെ ബഷീറിന് പേടിയുണ്ട്. ഇനിയിപ്പോ ഞങ്ങൾക്ക് PC ജോർജിനെ മെരുക്കാൻ നിയമസഭ തന്നെ മുൻകൈയെടുക്കുകയാണത്രേ. കന്യാസ്ത്രീയെ അപമാനിച്ച് നടത്തിയ പ്രസ്താവനയിലാണ് PCയെ പൂട്ടാൻ നീക്കം നടക്കുന്നത്. അങ്ങനെ പൂട്ടിയാൽ പൂടുന്ന ആളാണോ PC? ഉപദേശം മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞുപോയില്ലേ?
നേരത്തെ അഭിപ്രായം ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ നിയമ വ്യവസ്ഥയുടെ പരിരക്ഷ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് നിയമസഭാ സാമാജികർ. നമ്മുടെ നിയമം അതിൻ്റെ പരിരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി പറയുന്നത് സ്ത്രീകളുടെ പരാതി അടിസ്ഥാനപരമായി പരിഗണിച്ച് നടപടി സ്വീകരിക്കണം എന്നാണ്. പരാതിപ്പെട്ട ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇത്തരമൊരു നിലപാട് ഒരു നിയമസഭാ സാമാജികനിൽ ഉണ്ടാകുന്നത് വളരെ വളരെ നിർഭാഗ്യകരമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. യു ഓഫൻ ഫോർഗെറ്റ് യു ആർ എ മിനിസ്റ്റർ. ചിലപ്പോൾ താൻ ഉപയോഗിക്കുന്ന ഭാഷ വെറും ചന്ത ഭാഷയാ, വെറും ചന്ത. തന്റെ ഭാഷാപ്രയോഗത്തെ കുറിച്ച് എനിക്ക് പല കംപ്ലൈൻസും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിച്ചു കളാം. സ്പീക്കർ അല്ലല്ലോ തീരുമാനിക്കുന്നത്. സ്പീക്കർ അങ്ങനെ മാറ്റിയേക്കണം, പ്രശ്നം തീർന്നല്ലോ. സ്പീക്കറെ പറ്റി ഞാൻ മറുപടി പറയാത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പ് ഒരു സ്പീക്കർ ഉണ്ടായിരുന്നു ഇതുപോലെ എന്നെ ശാസിക്കാൻ. അങ്ങനെ എന്ത് ചെയ്യും? അങ്ങനെ സാക്ഷി പറയാൻ ആളുണ്ട്, അവർക്ക് എന്ത് ചെയ്യും? പിന്നെ സഭയെ കണ്ടിട്ടില്ലെന്ന് ഓർത്തും പത്രം പറഞ്ഞ് നിർത്തുന്ന ഞാൻ. നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി, അതായത് സാമാജികർ നടത്തുന്ന ധാർമ്മിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സമിതി, PC-യുടെ തെറിപ്പാട്ട് അന്വേഷിച്ച് ആവശ്യമായ നടപടിയെടുക്കുമത്രേ. PC-ക്ക് ഇത് പുത്തരിയൊന്നുമല്ല. ഇതിനു മുൻപും എത്തിക്സ് കമ്മിറ്റിക്കാർ PC-യുടെ വായ് മൂടാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്ത് ഫലം? ഇതേ എത്തിക്സ് കമ്മിറ്റിയിലെ അംഗമാണ് PC-യും എന്നറിയുമ്പോഴാണ് ഏറ്റവും രസം തോന്നുന്നത്. പൊതുസമൂഹത്തിലും നമ്മുടെ നിയമവൃത്തങ്ങളിലും ഉയർന്നു വന്ന അഭിപ്രായങ്ങളും ലഭ്യമായ നിരവധി പരാതികളെയും അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി അത് പരിശോധിക്കേണ്ടതുണ്ട്. നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി കാര്യത്തിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി ഏൽപ്പിക്കാൻ തീരുമാനിക്കും. എന്നെ അലട്ടുന്ന വേദനകൾ രണ്ടാ. വല്ലപ്പോഴും വരുന്ന ചെന്നിക്കുത്ത്, മൈഗ്രെയിൻ. അതിലും വേദനയാ തന്നെ കൊണ്ട്. ഗതി കെട്ടിട്ടാടോ പുല്ല് തിന്നുന്നത്. ഇഷ്ടം കൊണ്ടല്ല തന്നെ ചുമക്കുന്നത്. അത് മറക്കണ്ട. എത്തിക്സ് കമ്മിറ്റി കാര്യത്തിലൊരു പരിശോധന നടത്തിയ റിപ്പോർട്ട് നൽകുന്ന മുറയ്ക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഒരു 10 മിനിറ്റ് മിണ്ടാതിരിക്കാൻ ഞങ്ങൾ എന്താ തരണ്ടേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെറ്റീഷൻസ് കമ്മിറ്റി ചെയർമാനായിരുന്നാണ് ഞാൻ. 7.5 കൊല്ലം ഇരുന്നിട്ടുണ്ട്. നിയമസഭാ കമ്മിറ്റി പത്രലോകം അറിഞ്ഞു തന്നാണല്ലോ. നിങ്ങൾ നന്മ കൂടെ കണ്ടുപിടിക്കുക. ഹൈക്കോടതിയുടെ വിധിയുണ്ട് പെറ്റീഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം അഭിനന്ദിച്ചുകൊണ്ട്. എറണാകുളം സെഷൻ കോടതി പറഞ്ഞിട്ടുണ്ട്, അറിയാമോ? വനിതാ കമ്മീഷനെ ഇതാ വീണ്ടും PC വെല്ലുവിളിക്കുന്നു. വരട്ടെ, നടപടി എടുക്കട്ടെ. ഞാനിത് നടപ്പില്ലേ? അങ്ങ് പിടിച്ച് നടപടിയെടുത്തു. എൻ്റെ സഹോദരൻ, ഞാൻ ചോദിക്കട്ടെ, ഒരു കമ്മീഷനാണെങ്കിൽ കമൻറ്റ് പറയുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കണം, മനസ്സിലായോ? എന്താ എന്നെ വിളിക്കണ്ടേ? ഈ നിമിഷം വരെ ദേശീയ വനിതാ കമ്മീഷൻ്റെ സമൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതായിരിക്കും ഇവിടെ കാണിക്കുക. PC അത്യന്തം മാന്യനും പരിസ്ഥിതി സ്നേഹിയുമാണെന്നതിന് ഇതിൽ കൂടുതൽ തെളിവുകൾ ചോദിക്കുന്നവർക്ക് വട്ടാണ്. നിങ്ങൾ ഈ വാക്കെ പിടിച്ച് ഞാനണ്ട, അതെ വാക്കെ പിടിച്ച് ചിലപ്പോൾ ഒരു തമാശ അങ്ങനെ കമൻ്റൊക്കെ അടിക്കും. അതിന് വലിയ ആനയാക്കി നിങ്ങളിതിനെ പൊക്കുന്നത്. ഞാൻ പറയുന്ന നല്ല കാര്യങ്ങളെ പിടിച്ചൊന്ന് അടിച്ചേ പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ചോദിച്ചത് ശരിയാണ്. ഞാൻ നിയമസഭ ചോദിച്ചാൽ ചിരിച്ചോട്ടാണ് ചോദിച്ചത്. അതുകൊണ്ട് ചോദിക്കാൻ കാരണം സീതികാരി, ഞാനന്ന് നിയമസഭയിലുണ്ട് സീതികാരി പറയുമ്പം സീതികാരി ചോദിച്ചു, ഈ പരിസ്ഥിതിവാദം പറയുന്നില്ല എല്ലാവരും, എങ്ങനെയാണ് കടലിൽ മഴ പെയ്യുന്നത് എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ സഭയിലുണ്ട്. ഭയങ്കര രസമായിരുന്നത്. അതുപോലെ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ എങ്ങനെ ഉരുൾ പൊട്ടിയത് വനത്തിൽ. സത്യത്തിൽ ഉരുൾ പൊട്ടി